സിപിഎമ്മിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം തുടരുകയാണ്. അപ്പോൾ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി പി മോഹൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. ജില്ലയിലെ 16 ഏരിയ കമ്മിറ്റികളിലും പൊതുചർച്ചയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പൊതുചർച്ച നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം എം വി ജയരാജന്റെ പരാമർശമടക്കം ചർച്ചയിൽ വരേണ്ട ഒരു ദിവസം കൂടിയാണിന്ന്. തീർച്ചയായും സേതുലക്ഷ്മി, ഈ ഒരു സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ അവതരിപ്പിച്ചു. അതിനുശേഷമുള്ള 16 ഏരിയ കമ്മിറ്റികൾ തിരിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും ഇന്നലെ അവസാനിച്ചിരുന്നു. ഇതിന്റെ തുടർ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പൊതുചർച്ച നടത്തുന്നത്. ഇതിൽ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്കൊക്കെ തന്നെ ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ ഉത്തരം നൽകും. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് PSC കോഴ വിവാദവും അതോടൊപ്പം തന്നെ ജോർജിൻ തോമസിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ ഇടപാടും ഒക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പ്രത്യേകിച്ച് കാഫിർ സ്ക്രീൻഷോട്ട്, വടകരയിലെ തോൽവിയൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പി മോഹനന്റെ 3 ടേം കഴിഞ്ഞിട്ട് അടുത്ത ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. നാളെയായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മുഴുവൻ ഈ ഒരു സമ്മേളനത്തിൽ മുഴുവനായി ചർച്ചയിലും അതോടൊപ്പം ഈ സമ്മേളനത്തിലും പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനുണ്ട്. അതോടൊപ്പം തന്നെ പ്രദീപ് കുമാർ, KK ലതിക, M മെഹബൂബ്, K ദിനേശൻ എന്നിവരെയൊക്കെ തന്നെയാണ് ഈ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ട് പരിഗണിക്കാൻ സാധ്യത. സേതുലക്ഷ്മി. ശരി ലിനറ്റ്.